നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല. മോള് മ്യൂസിക് സ്കൂളിലേക്കാണോ? ആ അതെ അച്ഛാ. ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ മോളെ. പ്രിയങ്കെ, രാധയ്ക്കും കൂടി പ്രസാദം ഇട്ടുകൊടുക്കും. അല്ല, ഇത് വരുണിന് വേണ്ടി കഴിച്ച പൂജയുടെ പ്രസാദം അല്ലേ? അതിനെന്താ, ഒരാൾക്ക് വേണ്ടി വഴിപാട് കഴിച്ചാൽ കിട്ടുന്ന പ്രസാദം എല്ലാവരും കൂടിയല്ലേ അണിയാറ്. അങ്ങനെ വല്ല നിയമമുണ്ടോ രാധിക മോളെ? പൂജയുടെയും പ്രസാദത്തിന്റെയും കാര്യങ്ങളൊക്കെ മോൾക്കല്ലേ നന്നായിട്ട് അറിയാവുന്നേ. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല അമ്മേ. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായാൽ തന്നെ കുഴപ്പമൊന്നുമില്ല. രാധിക മോൾക്കും ചാർത്തി കൊടുക്കൂ. എന്റെ നെറ്റിയിൽ പ്രസാദം ചാർത്താനുള്ള താല്പര്യം എന്താ? സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. ഇതൊക്കെ കാണുമ്പോഴാ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോ അത് വലിയ സംഭവമാക്കാൻ പോവാണോ? അങ്ങോട്ട് ഇട്ടു കൊടുക്കൂ കുട്ടി. ഇത് മന്ത്രജപം കൊണ്ട് ശക്തിയാർജിച്ച കുങ്കുമമാണ്. അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അതിരാവിലെ കുളിച്ച് ശുദ്ധം ചെയ്ത് അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാനുള്ള സകല സംയോഗങ്ങളും അവർ തമ്മിൽ നടക്കും. ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി.
ഞാൻ മോളെ കാത്തു നിന്നതാ. എന്തിന്? ആരാ നിങ്ങള്? ഞാൻ മോളുടെ അമ്മയുടെ കൂട്ടുകാരിയാ. അമ്മ മോളെ കണ്ടിരുന്നില്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതെന്റെ അമ്മയൊന്നും അല്ല, ഞാൻ ആരുടെയും മകളും അല്ല. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ മോള് സംസാരിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്തൊരു അമ്മയല്ലേ മോളുടെ മനസ്സില്. പക്ഷെ എന്നെങ്കിലും അതിന്റെ സാഹചര്യങ്ങളൊക്കെ അമ്മ തന്നെ മോളോട് പറയും. എനിക്ക് കേൾക്കണ്ട. എന്നെ ഇനി ഇങ്ങനെ കാണാനും വരാൻ പാടില്ല. മോളിത് വെച്ചു. എന്താ ഇതിനകത്ത്? മോൾക്ക് അമ്മയുടെ ഒരു സമ്മാനമാ. എനിക്കിതൊന്നും വേണ്ട. തിരിച്ചു കൊടുത്തേക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞേക്കണം, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന്. പ്ലീസ് മോളെ. എത്ര കാലമായി മോളുടെ അമ്മയുടെ കൂടെ ഞാനുണ്ട്. അമ്മ ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. എപ്പോഴും മോൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ, ഏതെങ്കിലും ഓർഫണേജിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയ അവിടെ ഓടിയെത്തും. പലതവണ അമ്മ തളർന്നു പോകുന്നതും അസുഖം വരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മോളിത് വാങ്ങിക്കാതിരിക്കരുത്. തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത അമ്മ വേദനിക്കും. വാങ്ങിക്കും മോളെ. എന്താ ഇതിനകത്ത്? വില പിടിച്ച എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് വേണ്ട. എന്റെ മോൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്നാണ് എന്നോട് പറഞ്ഞത്. മോളിത് തുറന്നു നോക്ക്. നോക്കു മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.